നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കടലക്കറിയാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വഴറ്റി നല്ല നാടൻ രീതിയിൽ അടിപൊളിയായിട്ട് ഒരു കടലക്കറി എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. ഈ കടലക്കറി ശരിക്കും പുട്ടിൻ്റെ കൂടെയൊക്കെയാണ് എപ്പോഴും എല്ലാം നല്ലൊരു കോമ്പിനേഷനിൽ പോവുക. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഈ ഒരു കടലക്കറി ഇഡ്ഡലിയുടെ കൂടാണ്. ഇഡ്ഡലിയും കടലയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് അത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് കടലക്കറി ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ജസ്റ്റ് കടല വെന്ത് വരുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ. ബാക്കി സ്റ്റെപ്സ് എല്ലാം വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കാം ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്ന്. ഞാനിവിടെ 1 കപ്പ് കടല രാത്രിയിൽ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇത് 2.5 കപ്പ് വെള്ളത്തിൽ ഏകദേശം ഒരു 8-9 വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പ്രഷർ കുക്കറിലിട്ടപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ പീസ് കായവും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുത്തത്. പിന്നെ ഇതിൽ നിന്ന് ബാക്കി വന്ന വെള്ളം ഞാനിവിടെ ഒരു കപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളം കളയുന്നില്ല, ഈ വെള്ളം തന്നെ ഒഴിച്ചാണ് ഈ കറി റെഡിയാക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടേബിൾ സ്പൂൺ, 2 പച്ചമുളക് വേണം, ആവശ്യത്തിന് കറിവേപ്പില, ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് വേണം. ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു 4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെരുംജീരകം 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയാണ് നമ്മളിതിൽ മസാലകൾ യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറാക്കി വറുത്തെടുത്ത് മാറ്റി വെച്ച് ലാസ്റ്റ് കറിയിൽ ചേർക്കാം. ഞാനിപ്പം ഇത് ചെറുതായിട്ടൊന്ന് വറുത്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. 2 രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഈ കടലക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വേറെ ഏത് എണ്ണ വെച്ച് വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുകയാണേ. ഉപ്പ് ചേർത്ത് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ സവാളയൊക്കെ നല്ല വേഗത്തിലൊന്ന് വഴന്ന് കിട്ടും. ഈ കറിയിലൊക്കെ കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കറിക്ക്. ഇതിപ്പോൾ ആവശ്യത്തിന് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഈ പെരുംജീരകം നമ്മുടെ ഈ കടലക്കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തരുന്നത്. ഈ കറിയിൽ നിങ്ങൾ ഗരം മസാല ചേർത്തില്ലെങ്കിലും 2-2.5 ടീസ്പൂൺ പെരുംജീരകം ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പക്ഷേ ഇവിടെ പൊടിയായിട്ടല്ല ചേർത്തിരിക്കുന്നത്, പെരുംജീരകം അങ്ങനെ 1 ടീസ്പൂൺ ചേർത്താണ് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ടേസ്റ്റ് ഒന്ന് പോകുന്നത് വരെ, ആ മണമൊക്കെ ഒന്ന് പോയി വരുന്ന വരെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫ്ലെയിം കുറച്ച് കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയിലൊക്കെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 മുതൽ 1.5 ടീസ്പൂൺ വരെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുരുമുളകും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണ്ടേ. നമ്മൾ ഈ കറിയിൽ മെയിനായിട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഈ മല്ലിപ്പൊടിയുടെ ടേസ്റ്റാണ് നമ്മുടെ ഈ കടലയ്ക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവർ തരുന്നത്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം.
നമ്മൾ ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുമ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോവും. ഇനി നമുക്കിതെല്ലാം ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെയെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഇട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ കുരുമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ ചതച്ചും ചേർക്കാം കേട്ടോ. ഞാനിവിടെ പൊടിയായിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഈ മസാലയുടെ എല്ലാം പച്ചമണം പോയിട്ടുണ്ട്. ഞാൻ ആദ്യം മാറ്റി വെച്ചിരുന്ന കടല വേവിച്ച വെള്ളം ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ മസാലയും ഈ വെള്ളവും ഒക്കെ കൂടെ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇപ്പോൾ ഫ്ലെയിം മീഡിയം ടു ഹൈയിലിടാം കേട്ടോ. നമുക്കിനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കടല വേവിച്ചപ്പോൾ തന്നെ ഒരു ചെറിയ പീസ് കായവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ വെച്ചാണ് വേവിച്ചത്. ഞാനൊരു 8 മുതൽ 9 വിസിൽ വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. ചില കടല കുറച്ചുകൂടെ ടൈം എടുക്കും വെന്ത് കിട്ടാനായിട്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലേവറൊന്നും പുറത്ത് പോകാതിരിക്കാനായിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഓൾറെഡി വെന്തതാണ്. ജസ്റ്റ് നമ്മുടെ ആവശ്യത്തിന് ഗ്രേവി ഒന്ന് തിക്കായി വരുന്നത് വരെ ഒന്ന് മൂടി വെച്ചാൽ മതിയാവും. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലപോലെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വറ്റിക്കുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ഗ്രേവി ഒന്ന് കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ നമ്മുടെ കടലയൊക്കെ നല്ലപോലെ ഈ മസാലയിലൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ആവശ്യത്തിനൊന്ന് വറ്റിയും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കടലയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിനി കടുക് താളിക്കാനായിട്ട് 1/2 ടീസ്പൂൺ കടുകും വറ്റൽ മുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അല്ലെങ്കിൽ ചുവന്നുള്ളിയും കറിവേപ്പിലയും വേണം. നമുക്ക് ആദ്യം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഈ കടുക് താളിക്കുന്നത്. ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ ഈ കടുകൊക്കെ ഒന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ എപ്പോഴും കടുക് താളിക്കാൻ ചുവന്നുള്ളിയാണ് കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ അതില്ലാത്തതുകൊണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് നമ്മുടെ സവാളയുടെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമ്മളിങ്ങനെ വഴറ്റിയെടുക്കണം. നമ്മുടെ കടലയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഗ്രേവി ഒന്ന് വേഗം തിക്കാവും. നമ്മൾ പെട്ടെന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഈ കറി തണുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ കറിയൊക്കെ ഒന്ന് തിക്കായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് താളിച്ച് വെച്ചിരിക്കുന്ന കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഉള്ളിയും കൂടെ ചേർന്നിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഉടനെ തന്നെ നമുക്കിതൊന്ന് മൂടി വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ താളിച്ച കടുകിൻ്റെയൊക്കെ ടേസ്റ്റ് കറക്റ്റായിട്ട് നമ്മുടെ ഗ്രേവിയിൽ കിട്ടില്ല. അത് നമ്മൾ ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതിയാവും. അതിനുശേഷം ഇതൊന്ന് തുറന്ന് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയി കഴിഞ്ഞു. ഇത് വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാം. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തിരിച്ചൊഴിക്കണോ?